Good morning, dear friends. വെൽക്കം ബാക്ക് ടു എൻ്റെ പോയിൻറ്റ്. അത്യാവശ്യം നല്ല മഴയൊക്കെ കഴിഞ്ഞു, നേരമൊക്കെ വെളുത്ത് വരുന്നു. 6 മണിയായി. അപ്പം ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും ഒക്കെ ആയിട്ട് ഇന്നത്തെ തണുപ്പുള്ളൊരു ദിവസം കടന്നു പോവുകയാണ്. അപ്പം നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഹലോ, വെൽക്കം ബാക്ക് ടു എൻ്റെ പോയിന്റ്. അപ്പോൾ നല്ല മഴയുള്ള, അത്യാവശ്യം മഴയൊക്കെ പെയ്തൊന്ന് മാറി കേട്ടോ. അപ്പോൾ തണുത്തൊരു ദിവസം. അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പം റെയിനി ഡേ ഇൻ മൈ വർക്കിംഗ് ഡേ. നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. രാവിലെ ഇപ്പോൾ ഒരു 6:45 അപ്പോൾ ഞാൻ രാവിലെ ഗ്രീൻ ടീ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാമൊക്കെ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും ഉണ്ടാക്കണം, കൊണ്ടുപോകണം, ഓഫീസിൽ കൊണ്ടുപോകണം. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ടീ ആണ്. ചേട്ടനുള്ള ഗ്രീൻ ടീ ആണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് അതിലേക്ക് തുടങ്ങാം. അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ചേട്ടൻ മധുരടാണ്ട് ഗ്രീൻ ടീ കുടിക്കില്ല, അപ്പോൾ അതുകൊണ്ട് ഇത്തിരി മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് പഞ്ചസാര അതിലേക്കൊന്ന് അലിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഇത്തിരി ഗ്രീൻ ടീ ഇട്ട് കൊടുക്കും. പഞ്ചസാര ചേർത്തായോട് ഞാൻ കുടിക്കുന്നില്ല. അപ്പോൾ ഗ്രീൻ ടീ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ തലേദിവസം രാത്രിയിൽ കരിയാപ്പല ഇട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് വയ്ക്കും. എന്നിട്ട് ആ വെള്ളം കുപ്പിയിലാക്കിയിട്ട് ഞാൻ രാവിലെ നമ്മൾ വെറും വയറ്റിൽ രാവിലെ അത് കുടിക്കുന്നത് നല്ലതാണ്. മനോരമ ഓൺലൈൻ ന്യൂസ് ഒരു ദിവസം കണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ അങ്ങനെ കരിയാപ്പല ഉള്ള സമയത്തെല്ലാം വീട്ടിൽ കരിയാപ്പല ഉണ്ട്. അപ്പോൾ എടുത്ത് വെച്ചതുണ്ടെങ്കിൽ ഞാൻ മിക്ക ദിവസം രാത്രിയിൽ തിളപ്പിച്ച് വെക്കാറുണ്ട്. എന്നിട്ട് ഞാൻ രാവിലെ വെറും വയറ്റിൽ വേറെ എന്തെങ്കിലും വെള്ളം കുടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കരിയാപ്പല വെള്ളം എല്ലാവരും കുടിച്ച് നോക്കുക, നല്ലതാണ്. നമ്മുടെ ഉള്ളിലൊക്കെ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും എന്നാണ് ഇന്ന് ഓൺലൈൻ ന്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കുടിച്ചൊരു 10-20 മിനിറ്റത്തേക്ക് നമ്മൾ വെള്ളമൊന്നും പിന്നെ വേറെ കുടിക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്തത് ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് അരി അടുപ്പത്ത് വരാൻ വേണ്ടിയാണ്. അപ്പോൾ അരിക്കുള്ള വെള്ളം വെക്കാൻ പോകും. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ രാവിലെ അരി അങ്ങ് വെന്ത് ഞാൻ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ, ഒരു 35 മിനിറ്റൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് വെച്ച് തിളപ്പിക്കും. എന്നിട്ട് ഞാൻ എടുത്ത് റൈസ് കുക്കറി എടുത്ത് വയ്ക്കും. എന്നിട്ട് പോകാറാകുമ്പോഴത്തേക്ക് വെന്തിട്ടുണ്ടാവും. അന്നേരമാണ് ഞാൻ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അല്ലാതെ ഫുൾ ടൈം ഗ്യാസ് വെച്ചിട്ട് ചോറാക്കി എടുക്കുമല്ല, റൈസ് കുക്കറിലേക്ക് മാറ്റും. ഇത് നല്ലൊരു കാലാവസ്ഥയാണ് വെച്ചാൽ ചൂടില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് ശരീരത്തിനൊക്കെ എപ്പോഴും സുഖം, നമുക്ക് തണുപ്പ് തന്നെയാണ്. പക്ഷെ പുറത്തൊക്കെ യാത്ര ചെയ്യാനൊക്കെ പാടാന്നേ ഉള്ളൂ. പക്ഷെ നല്ലൊരു ദിവസമാണ് ഇന്ന്. വലിയ മഴയില്ല, അത്യാവശ്യം ചെറിയ ചാറ്റമഴയൊക്കെ. രാവിലെയൊക്കെ എന്നിട്ടിപ്പൊക്കെ അത്യാവശ്യം നല്ല ചാറ്റമഴയായിരുന്നു. അപ്പൊ ഇന്ന് ഉച്ചക്കത്തേക്ക് രാവിലെ മസാല ദോശയാണ് ഞാൻ കൊണ്ടുവരാൻ കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. മസാല ദോശ. അപ്പം ദോശമാവൊക്കെ ഇരിപ്പുണ്ട്. മസാല ഞാൻ ഇന്നലെ രാത്രിയിൽ റെഡിയാക്കി വെച്ചേക്കുവാണ്. മസാല റെഡിയാക്കാൻ ചേർന്ന് താമസമല്ലേ, അപ്പോൾ അതുകൊണ്ട് മസാലയൊക്കെ റെഡിയാക്കാൻ നിന്ന താമസം രാവിലെ പോകേണ്ടതുകൊണ്ട്. അപ്പം ഞാൻ മസാല രാത്രിയിൽ റെഡിയാക്കി വെച്ചിട്ട് നേരത്തെ റെഡിയാക്കി വെക്കും. എന്നിട്ട് അത് ആറിയതിന് ശേഷം നേരത്തെ ഫ്രിഡ്ജിൽ വെക്കും. ഇപ്പം രാവിലെ ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ മസാല അപ്പം അതാകുമ്പം അകത്തേക്ക് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പണി കുറച്ച് എളുപ്പമുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും. ദിവസം രാത്രിയിൽ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ രാവിലെ എല്ലാം കൂടെ ഭയങ്കര പാടാം. എന്നിട്ട് ചമ്മന്തി അരയ്ക്കണം. ഇന്ന് മസാല ചമ്മന്തിയാണ്. പിന്നെ ചോറിന് കൊണ്ടായിട്ട് മെഴുക്കുവരട്ടിയാണ് ഇന്ന്. മെഴുക്കുവരട്ടിയും ഒരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. മുട്ട കൂടെ പൊരിക്കാം. അപ്പം മെഴുക്കുവരട്ടിക്കായിട്ട് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മെഴുക്കുവരട്ടി കൊണ്ട് അരിഞ്ഞു വെച്ചത് പയറും ക്യാരറ്റും കൂടെയാണ്. അപ്പം അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും മെഴുക്കുവരട്ടി ആക്കിയെടുക്കണം കേട്ടോ. ആക്കിയെടുക്കണം. പിന്നെ ചമ്മന്തി അരയ്ക്കണം. ചോറിന് കൊണ്ട് ചമ്മന്തി അരയ്ക്കണം. മസാലയ്ക്ക് ചമ്മന്തി അരയ്ക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നും കണ്ടു നോക്കാം. ചോറിന് പൊതി കെട്ടാനുള്ള നമുക്ക് വാഴയില കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ മഴയില്ല. അപ്പോൾ മഴയില്ല സമയം നോക്കി ഞാൻ പുറത്തിറങ്ങിയതാണ്. കണ്ടോ, എല്ലാം നിറയെ വെള്ളമാണ്. അപ്പം നന്നായിട്ട് രാത്രിയപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഒരില കൂടെ വേണം. അപ്പോൾ ഒരെണ്ണം കൂടെ കട്ട് ചെയ്യട്ടെ.
കിട്ടി ഗൈസ്. അപ്പം ഞണ്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് നമ്മൾ അത് പരിപാടി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അകത്തേക്ക് പോവാം. മെഴുക്കോട്ടിക്കെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പയറ്, ക്യാരറ്റ്, പിന്നെ സവാള, പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തു. ഞാൻ ആദ്യം ശകലം വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കും. അതിനുശേഷം മാത്രമേ ഞാൻ എണ്ണ ചേർത്തുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. അപ്പോൾ എണ്ണ കുറച്ച് മതിയല്ലോ, അതാണല്ലോ നല്ലതെന്ന് വിചാരിച്ച് ആദ്യം ഇത്ര വെള്ളം ഒഴിച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇച്ചിരി മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കട്ടെ. തലേദിവസമൊക്കെ എല്ലാം അരിഞ്ഞൊക്കെ വെച്ചാൽ തന്നെ നമുക്ക് രാവിലെ എല്ലാം എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ രാവിലെ അരിയാൻ തൊട്ട് പോയാൽ നമുക്ക് ഭയങ്കര താമസമാണ്. എനിക്ക് താമസമാണ്. ഒന്ന് വേവിച്ചെടുക്കും. വെള്ളം പറ്റി കഴിയുമ്പോഴത്തേക്കും വേവും. അതിനുശേഷം ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രൈ പാനിലേക്ക് മാറ്റും. അപ്പം അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ അതെടുത്ത് വേകട്ടെ. അപ്പോഴേക്കും ഞാൻ തേങ്ങ ചരുകിയിട്ട് ചമ്മന്തി അരിക്കുള്ള തേങ്ങ എടുത്തുകൊണ്ട് വരാം. 2 സൈസ് ചമ്മന്തി വേണം. ഒന്ന് ചോറിനുള്ള ചമ്മന്തി വേണം, പിന്നെ മറ്റൊന്ന് മസാല ദോശയ്ക്കുള്ള ചമ്മന്തി വേണം. അപ്പം 2ആയിട്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള തേങ്ങ റെഡിയാക്കാം. തേങ്ങ ഞാൻ ചിരകി കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് 2നും ഉള്ളത് തേങ്ങ ഞാൻ ചിരകിയെടുത്തു. ഇനി നമുക്ക് ചോറ് തിളച്ചു. ഇപ്പം നമുക്ക് ഈ ചാർസനിലേക്ക് മാറ്റാം. മെഴുക്കോട്ടി വേവിക്കാൻ വെച്ചതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോഴേക്കും അതിന് മുന്നേ ആയിട്ട് ചായ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ചായപ്പരടിക്ക് പോയി. ഞാനും രാവിലെ ഒന്നും വെള്ളമൊന്നും കുടിച്ചില്ല. അപ്പം ഞാൻ ചായ ആയിട്ടല്ല കുടിക്കുന്നത്. ജസ്റ്റ് ഞാൻ പാല് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ മാത്രമേ കുടിക്കാറുള്ളൂ. ഞാൻ മധുരവും പൊടിയൊന്നും ഉപയോഗിക്കത്തില്ല. ഇവർക്ക് ഞാനിപ്പോൾ ബൂസ്റ്റ് ഇട്ട് കൊടുക്കും. ചായപ്പൊടിയൊക്കെ അഴുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ന്യൂസ് പറഞ്ഞേക്കാം. അപ്പം അതുകൊണ്ട് ഇവർക്ക് ഞാൻ ബൂസ്റ്റ് ഇട്ട് കൊടുക്കും. ഞാൻ മധുരമൊന്നും ചേർക്കാണ്ട് പാലും വെള്ളമായിട്ട് മാത്രമാണ് കുടിക്കുന്നത്. അങ്ങനെ അതെടുത്ത ശേഷം മാത്രമേ ഞാൻ ഇനി ചമ്മന്തി അരയ്ക്കാൻ പറ്റുള്ളൂ. ബൂസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പാലും വെള്ളം. അപ്പോൾ നമുക്ക് അടുത്തത് ഓരോരുത്തർക്കും കൊടുക്കട്ടെ. ഇനി അടുത്തത് മെഴുക്കുവരട്ടി ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ മെഴുക്കുവരട്ടി നമുക്കിനി ഫ്രൈ ആക്കി എടുക്കാം. ചൂടായ പാലിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഇളക്കി കൊടുത്തോളാം. എണ്ണയൊക്കെ എല്ലായിടത്തും പിടിക്കാനായിട്ട്. ഞാൻ ഫ്രൈ മോഡിലാണ് വയ്ക്കുന്നത്. ഫ്രൈ മോഡല്ല, കോട്ടി വയ്ക്കാം. കോട്ടി വയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ടൊക്കെ ഒന്ന് വഴണ്ടൊക്കെ വന്നോളൂ. ഇത്തിരി മുളക് പൊടി കൂടെ മുകളിലേക്കൊന്ന് വിതറി കൊടുത്താൽ നല്ലതാണ്. ഞാൻ ഇച്ചിരി മുളക് പൊടി ഇന്ന് വിതറാൻ പോവാം. പച്ചമുളക് ഇട്ടതാണ്, എന്നാലും ഞാനൊരു നുള്ളു മുളക് പൊടി ഇങ്ങനെ മുകളിലിങ്ങനെ ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കും. മെഴുക്കോട്ടിയൊക്കെ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ചമ്മന്തിയുടെ പരിപാടി നോക്കാം. ചോറിന് പൊതി കെട്ടാനായിട്ട് ചമ്മന്തി അരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 എണ്ണമേ. ഞാൻ ചുട്ടെടുക്കും വറ്റൽമുളക്. പിന്നെ ഒരു ചെറിയ കഷ്ണം വാളംപുളി, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5-6 കഷ്ണം ചെറിയ ഉള്ളി. ഇതെല്ലാം ഒന്ന് നമുക്ക് ഇത് രണ്ടും കഴുകി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇത് രണ്ടും നമ്മൾ കഴുകി ഉണങ്ങി വെച്ച് പുളി പിന്നെ കഴുകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ കഴുകി ഉണങ്ങി ഒഴിച്ചേക്കുന്ന മുളകാണ്. ഇത് ഒന്ന് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കട്ടെ. ഞാൻ മുളക് ഇങ്ങനെ ചുട്ടെടുക്കുന്നത്. അടുപ്പിൽ തീ ഒന്നും കത്തിക്കാത്തത് കൊണ്ടേ മുളക് ചുട്ടെടുക്കുന്നത് ഇങ്ങനെയാണ്. തണ്ടേ പിടിച്ചാൽ മതി. തണ്ടേ പിടിച്ചിട്ട് ഞാനിങ്ങനെ ചുട്ടെടുക്കും. എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുന്നതിനെക്കാട്ടും നല്ലത് മുളക് ഇങ്ങനെ ചുട്ടെടുക്കുന്നതാണ്. എന്നിട്ട് ഞാനിതിങ്ങനെ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഞാൻ ചെറിയ ഉള്ളി, ഇഞ്ചി, പുളിയും മിക്സർ ജാറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നും ഇങ്ങനെ ചുട്ടെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കും.
തണ്ട് വേണം കേട്ടോ. തണ്ടില്ലാത്ത മുളകാണെങ്കിൽ നമുക്ക് പാടാണേ. അപ്പോൾ തണ്ടുള്ള മുളകയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. നമുക്ക് ഇതിലേക്ക് എല്ലാം ചേർത്ത് വെച്ചു. മുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി, പിന്നെ പുളി, വാളംപൊടി എല്ലാം ചേർത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് മറ്റേ ചമ്മന്തിക്കുള്ള തേങ്ങയാണ്. പാകത്തിന് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ശകലം വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, ശകലം മതിയോ. ഇനി അത് അരച്ചെടുത്തോണ്ട് വരാം. മിക്സിയിലാണ് അരയ്ക്കുന്നത്, അമ്മിക്കല്ലൊന്നും അല്ല കേട്ടോ. അമ്മിക്കല്ലിലേക്ക് വെച്ചാൽ ടേസ്റ്റ് കൂടും, പക്ഷേ നമ്മുടെ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ മുളക് ചുട്ടരച്ച ചമ്മന്തി ഇവിടെ റെഡി. ഇത് കണ്ടോ, കറക്റ്റ് പാകത്തിന് വെള്ളമൊക്കെ ആയിരുന്നു. നമ്മളിങ്ങനെ കുഴച്ച് ഇങ്ങനെ ഈ രീതിയിലെടുക്കുന്നത് കേട്ടോ ചമ്മന്തി. ചില ആൾക്കാർ തോരനൊക്കെ ചതയ്ക്കുന്ന പോലെ ചതച്ചെടുക്കും, പക്ഷെ നമ്മളിങ്ങനെ ഉരുട്ടിയാൽ നമുക്ക് ഉരുട്ടാൻ പറ്റണം. ആ രീതിയിൽ നമ്മളിങ്ങനെ ചമ്മന്തി റെഡിയാക്കിയെടുക്കും. കണ്ടോ, അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി. അപ്പോൾ അതിലേക്ക് മാറ്റാം. മസാല ചിക്കൻ ചമ്മന്തി അരയ്ക്കാൻ പോവാണ്. അപ്പോൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളകും ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ചമ്മന്തി നമ്മൾ അരച്ചെടുത്തു. അരച്ചെടുത്ത നമ്മുടെ തേങ്ങാ ചമ്മന്തിയാണ്. മസാലയ്ക്കാണ് വെളുത്ത ചമ്മന്തി എടുത്തേക്കണം കേട്ടോ. നമുക്കിത് കടുക് വറുത്ത് എടുക്കാം. കടുക് താളിച്ചു കൊടുത്തു. ഒരു വറ്റൽമുളക്, ചമ്മന്തി ഇവിടെ റെഡി. അടുത്തത് മുട്ട പൊരിക്കാൻ പോവാണ്. അപ്പം മുട്ട പൊരിക്കാൻ ശകലം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇച്ചിരി തേങ്ങ ചേർത്ത് നമ്മുടെ മുട്ടയ്ക്ക് ഒരു പൊരിപ്പ് വരും. അപ്പോൾ അതിനാണ് ഞാൻ ഇച്ചിരി തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർക്കാണ്ടേ മുട്ട പൊരിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു മുറി സവോളയും 2 പച്ചമുളകും കഴുകി വൃത്തിയാക്കിയിട്ട് അത് കൂടെ ഒന്ന് അരിഞ്ഞു വെക്കാം. പച്ചമുളകൊക്കെ ഇച്ചിരി വലുതായിട്ടാണ് കിടക്കുന്നത്. അപ്പം അത് ഒന്ന് കഴിക്കുകയോ അല്ലെ കളയുകയോ ഒക്കെ ചെയ്തോണം കേട്ടോ. മുട്ട പൊരിച്ചതിന് സവോള വലിയ കഷ്ണമായിപ്പോയി, സവോള ചെറിയ കഷ്ണമായിപ്പോയി, സമയമില്ല, പെട്ടെന്ന് സ്പീഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ രീതിയിലൊക്കെ അത് കഴിക്കുകയോ ഒക്കെ ചെയ്തോണം. എന്നാൽ സവോള ഇപ്പം നമുക്ക് കറക്റ്റ് വലുപ്പത്തിലൊന്നും അരിഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം പെട്ടെന്ന് റെഡിയാക്കുന്ന സംഭവങ്ങളാണ്. ഓക്കെ, ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ദോശ ഉണ്ടാക്കിയാൽ മതി. ദോശയ്ക്ക് മസാല ഇന്നലെ റെഡിയാക്കി വെച്ചതുകൊണ്ട് ഏതായാലും ഒത്തു, അല്ലെങ്കിൽ താമസമായിപ്പോയി. ഇപ്പം തന്നെ 8:15 ആയി. രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് നിന്ന് പൊരിച്ചെടുക്കാം. സോസ് പാനിലേക്ക് മെഴുക്കുവരട്ടി ഞാൻ എടുത്ത് മാറ്റി വെച്ചു. ഇനി അതിലേക്ക് തന്നെ ഇത്ര എണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിനി മുട്ട ഫ്രൈ ആക്കി എടുക്കാം. കാരണം നമ്മൾ എത്ര നേരത്തെ കഴിഞ്ഞിട്ടാണ് നമുക്ക് സമയം നമുക്ക് തികയത്തില്ല. എന്തൊക്കെ ചെയ്താൽ ചെറിയ തട്ടിക്കൂട്ട് പരിപാടിയാണെങ്കിൽ പോലും പെട്ടെന്ന് സമയം പോകും. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് മസാല ഞാൻ ഉണ്ടാക്കി വെച്ചത് നിങ്ങളെ കാണിച്ചില്ല. ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു മസാല. ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കി വെച്ച് രാത്രിയിൽ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിനി നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നടുക്കത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ തിരികെ. പിന്നെ പൊതി കിട്ടിയാൽ മാത്രം മതി.
വെള്ളവും തിളപ്പിച്ച് വെച്ചേക്കുക കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിയുകയാണ് ഗൈസ്. ഇത് റെഡിയായി പോയാൽ മതി. ഒന്നായിട്ടിട്ട് മറക്കുമ്പോൾ ചിലപ്പം പൊട്ടിയൊക്കെ പോയി. ഞാൻ നടുക്കൂടി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യും. അത് 2 പേർക്കാണല്ലോ ഇത്. ഇന്ന് എനിക്കൊന്ന് ചേട്ടനുമാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് വലിയ കഷ്ണം നോക്കി ഞാനെടുക്കും, ചെറിയ കഷ്ണം നോക്കി ഞാൻ ചേട്ടന് കൊടുക്കും. അതാണ് സംഭവിക്കാറുള്ളത്. അപ്പോൾ ഇതിലേതാണ് വരുന്നത്? ഇത് ഈ മുട്ട 2 എണ്ണത്തിൽ ഏതാണ് വരുന്നത് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ മുട്ട ഇവിടെ റെഡിയാകാൻ പോകുന്നു ഗൈസ്. നമ്മുടെ ചോറിൻ്റെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ചൂടായ ദോശക്കല്ലിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കും. നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തതാണ്. നമ്മളിങ്ങനെ നടുക്കൂടെ ഇങ്ങനെ ഫുള്ള് ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വേണ്ട, കുറേശ്ശെ. നെയ് റോസ്റ്റായിട്ടും കഴിക്കാം നമുക്ക്, മസാല വയ്ക്കാണ്ട്. പക്ഷെ മസാല ദോശയായിട്ടും കഴിക്കാം. ഇന്ന് ഞങ്ങൾ മസാല ദോശയാണ് കഴിക്കുന്നത്. ഒരുപാട് നാളായി മസാല ദോശ ഉണ്ടാക്കിയിട്ട്. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം ഒരുപാട് നാൾക്ക് ശേഷമാണ് മസാല ദോശയാക്കുന്നത്. മസാല വെച്ച് കൊടുക്കുക. ഒരു സൈഡൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിങ്ങനെ മടക്കി കൊടുക്കാം. ഈ സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഓഫ് ചെയ്തു. അങ്ങനെ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി. അപ്പം നമ്മൾ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊതി കെട്ടാൻ പോവാണ്. മുട്ട നമ്മൾ ആദ്യം സൈഡിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ ഓരോ കറികൾ നമ്മൾ വെക്കുവാണെങ്കിൽ അടുത്ത് നമ്മുടെ തേങ്ങാ ചമ്മന്തി, നമുക്ക് മെഴുക്ക് വരട്ടി. നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ട് അങ്ങോട്ട് പൊതിഞ്ഞെടുക്കും. പുളിശ്ശേരി വേറെ പാക്ക് ചെയ്തെടുത്തു. ഇതിനകത്ത് കറി ഒഴിക്കുന്ന ചേട്ടന് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുളിശ്ശേരി വേറെ കുപ്പിക്കകത്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് ചേട്ടൻ്റെ പൊതിച്ചോറ്. അപ്പോൾ ചേട്ടൻ്റെ ഉച്ചയോട് റെഡിയായി. ഇതിൻ്റെ എൻ്റേത് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഇതാ ഇങ്ങനെ അങ്ങോട്ട് പൊതി. ഈ പൊതിച്ചോറ് നമ്മൾ ഉച്ചയ്ക്ക് ഓഫീസിൽ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് തുറക്കുമ്പോൾ ഈ മണം ഉണ്ടല്ലോ, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വാനിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി, ലഞ്ച് റെഡിയായി. ഞങ്ങൾ ഓഫീസിൽ പോകാൻ റെഡിയാകുവാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോസിൽ കാണാം. അതുവരെ ഇനി ഓരോ ദിവസം ഈ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ മാറി കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ല വീഡിയോസിൽ കാണാം. ടേക്ക് കെയർ, ബൈ.